ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം എന്നൊരു ഉൾവിളി വന്നു കേട്ടോ. അപ്പം നിഖിൽ എന്നെ കൊണ്ടുവന്നു പറഞ്ഞു ചേട്ടനില്ല കേട്ടോ. ഒരുക്കി നിർത്തി കാശുക്കുട്ട മഹാകുസൃതിയാണ്. ഗേറ്റ് വെച്ചിരിക്കുന്നത് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവന്മാരാണെങ്കിൽ അപ്പുറത്ത് കൂടെയുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ ഞങ്ങൾ ഗേറ്റ് വെച്ചത്. നിഖിലാണ് നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ. അച്ഛനമ്മയുടെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. പുതിയ മരുമോള് വന്നേ പിന്നെ അച്ഛൻ കാവിമുണ്ടൊക്കെ മാറ്റി ബെർമൂടെ കയറി പിടിച്ചിരിക്കുകയാണ് കേസ്. വീട്ടിൽ നിറച്ച് പേരക്കുള്ളതുകൊണ്ട് വരുന്നവർക്കും മൂന്നവർക്കും ഒക്കെ പേരൊക്കെ ജ്യൂസാണ്. എനിക്ക് എടുത്തരാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കുടിക്കുന്നു. അമ്മമ്മനും മക്കളെയും കാണണ്ടായപ്പോഴാണ് ആലുവയിൽ നിന്ന് അമ്മമ്മ വാങ്ങിച്ച കുറേ ചട്ടിയും കലവും അടുപ്പൊക്കെ വെച്ചിട്ട് ഇവരെല്ലാവരും കൂടിയിരുന്ന് കളിക്കാം. ഇത് കളിച്ച് അമ്മാമ്മയ്ക്ക് 10 വയസ്സ് കുറഞ്ഞു എന്നാണ് കേട്ടോ എൻ്റെ സംശയം. വീട്ടിൽ വന്നാൽ പിന്നെ പാറുവിൻ്റെ മോളെയല്ല. പാറുവിന് എനിക്കറിയത്തേയില്ല. എല്ലാ കാര്യവും ചെയ്തത് അമ്മയായിരിക്കും കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ക്യാബേജും പച്ചക്കറി ആയിരിക്കും. മരുമോനുണ്ടെങ്കിൽ ചിക്കനും ബീഫും എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ അച്ഛനൊരു കഷ്ണം മീൻ എടുത്തു തന്നു കേട്ടോ. ഒന്ന് തല നോക്കി തടിയെന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ മാനത്ത് നോക്കിയും തല നോക്കി കൊടുത്ത് കുറച്ചേരം കിടന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ ആൾ എത്താണ്ടായപ്പോഴും കുറച്ചേരം മോറ് ഉരുപ്പിച്ചിരുന്നു കേട്ടോ. മരുമോൻ വന്നല്ലോ പിന്നെ ചപ്പാത്തിയും ചിക്കനും നിർബന്ധമാണല്ലോ. ചപ്പാത്തിയും ചിക്കനൊക്കെ കൊടുത്ത് മൃഷ്ടാന ഭോജനത്തിന് ശേഷം വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. എനിക്ക് കുറേ ദിവസം നിൽക്കുന്നേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഒരു ദിവസം വന്ന് പോണതാണ്.